ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ട്രൈക്കർ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപയാണ് ഈ വാച്ചിൻ്റെ പ്രൈസ്. ഈ ഒരു 1500 പ്രൈസ് റേഞ്ചിനകത്ത് ഇതിനേക്കാളും നല്ലൊരു വാച്ച് വേറെ കിട്ടില്ല എന്ന് പറയാം. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡിസ്പ്ലേ ഉള്ള വാച്ചാണ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്തുള്ള ഒരുപാട് വാച്ചുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട്, നമുക്ക് അൺബോക്സിങ് റിവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് വാച്ചുകൾ നമുക്ക് കിട്ടാറുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ഷോപ്പിനകത്ത് ഇത്തരത്തിലുള്ള സ്മാർട്ട് വാച്ച് സർവീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാച്ചുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന പ്രോഡക്റ്റുകളോ മറ്റ് പല സൈറ്റുകളിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റുകളോ എവിടെ നിന്ന് ആയിക്കോട്ടെ, ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാച്ച് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് കേട്ടോ 1500 രൂപയ്ക്ക് ഇത് വളരെ ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാൻ പൊക്കി പറയുന്നൊന്നുമല്ല, ഇത് പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു മൊബൈൽ ഫോൺ സർവീസറാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു സാധനം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. എനിക്കത് ആ ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടി. അത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ 1 year വാറണ്ടി വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നുണ്ട്, പിന്നെ ഹെൽത്തിൻ്റെ മറ്റേ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നെ IP67 വാട്ടർ പ്രൂഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. 1.3 ഇഞ്ചിൻ്റെ TFT HD ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 7999 രൂപ MRP വരുന്നുണ്ട്. എന്തായാലും ഇതിന് പ്രൈസ് കൂടും. ഇതിപ്പോൾ ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് ഒക്കെ ആയിരിക്കും 1500 എന്ന് പറയുന്നത്. എന്തായാലും 200-300 രൂപ കൂടി 2000 രൂപ വരെ പോകാൻ സാധ്യതയുണ്ട്. ഇതിന് റേറ്റിംഗും കൂടും, ഉറപ്പാണ്. അതിനുള്ള വാച്ച് ഉണ്ട്. ഇത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഒരുപാട് ചൈന പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു നീട്ടണമെന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു വാച്ച് കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പറഞ്ഞു തന്നിട്ട് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൺബോക്സ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഈ വാച്ചിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. മുകളിൽ ബോൾട്ട് എന്ന ബ്രാൻഡ് നെയിം, താഴെ സ്ട്രൈക്കർ എന്ന മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വാച്ചിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നിർത്തിയിട്ടുള്ളതിൻ്റെ ബ്ലൂ കളറാണ്. വേറെ 2 കളറും കൂടിയും അവൈലബിൾ ആണ്. ഒരു ഗ്രീനും ഒരു ബ്ലാക്കും ആണെന്ന് തോന്നുന്നു. 2 കളറും കൂടി അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ് എന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. താഴെയും ഒക്കെ ബ്രാൻഡിങ്ങും കാര്യങ്ങൾ കൊടുക്കുന്നു. ബാക്ക് സൈഡിൽ 1 year വാറണ്ടി എന്ന കാര്യം വലുതാക്കി എഴുതിയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ്, ഹെൽത്ത് മോണിറ്ററിങ്ങിൻ്റെ ലോഗോ, IP67 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ 1.3 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, MRP ഡീറ്റെയിൽസ്, MRP ഒക്കെ 8000 രൂപയൊക്കെ MRP വരുന്നുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറും ഇമെയിൽ ഐഡികൾ, മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ ഈ വാച്ചിനകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ട്, സ്മാർട്ട് വാച്ച്, ചാർജർ, യൂസർ മാനുവൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. വീണ്ടും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണെന്ന് കൊടുക്കുന്നു. സീരിയൽ നമ്പർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ബോക്സുമുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചാർജർ കിട്ടുന്നത്. പിന്നെ യൂസർ മാനുവൽ, നമുക്ക് ഈ യൂസർ മാനുവൽ ഒന്ന് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം അതിനെക്കുറിച്ചുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ യൂസർ മാനുവൽ കളയുന്ന പോലെ ഇത് കളയാൻ നിൽക്കണ്ട, എന്തായാലും ഉപകാരപ്പെടും. പിന്നെ നമുക്കിവിടെ ഒരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു വാറണ്ടി കാർഡ് വെച്ച് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 3 month കൂടി എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടും. അത് മൊത്തം 15 മാസം വാറണ്ടി കിട്ടും ഈ ഒരു വാറണ്ടി കാർഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും എല്ലാം മിസ് കോൾ അടിച്ചാൽ മതി. പിന്നെ അതുപോലെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. വാറണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് എടുക്കാൻ ഒരു സ്റ്റിക്കർ ഇതിന് മുകളിൽ ഒട്ടിച്ച് വരുന്നുണ്ട്, അതൊക്കെ പറിച്ച് കളയാം. അപ്പോൾ ഇതാണ് ഈ വാച്ചിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. റൗണ്ടഡ് വാച്ചാണ്. ആദ്യം സ്ട്രാപ്പ് നോക്കാം. സ്ട്രാപ്പ് നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി സ്ട്രാപ്പാണ് വരുന്നത്. നല്ല ഫ്ലെക്സിബിളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരുപാട് വാച്ചുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് കയ്യിൽ കിട്ടിയപ്പോൾ എന്താ പറയുക, നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടോ. അല്ലാണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷനാണ് അങ്ങനെ തോന്നരുത്. ഇവിടെ നമുക്കൊരു ബോൾട്ടിൻ്റെ ഒരു ബ്രാൻഡിങ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഇവിടെ ചാർജിങ്ങിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചാർജർ നമ്മൾ ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്കായിരിക്കും ചാർജ് ചെയ്യാൻ. സാധാരണ സ്മാർട്ട് വാച്ചൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത് 22mm വാച്ചാണ്, സ്ട്രാപ്പാണ് വരുന്നത്. നമുക്ക് ഈ സ്ട്രാപ്പ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ വേറെ ഇഷ്ടം പോലെ സ്ട്രാപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. മാർക്കറ്റിൽ ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് റൗണ്ട് ഡയലായ കാരണം നമുക്ക് എന്ത് തരത്തിലുള്ള സ്ട്രാപ്പ് ഇട്ടാലും ഭംഗി ഉണ്ടാവും, വൃത്തി ഉണ്ടാവും. എനിക്ക് പേഴ്സണലി റൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. റൗണ്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന റിയൽമിയുടെ വാച്ച് ഉൾപ്പെടെ റൗണ്ട് ഡയലാണ്. നമ്മുടെ ഹാർട്ട് മോണിറ്ററും അതുപോലെ ഹെൽത്തിൻ്റെതായ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ട സെൻസറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. സ്റ്റിക്കർ ഉണ്ട്, പറിച്ചു കളയാട്ടോ. അപ്പോൾ ഡിസൈൻ വൈസ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിലൊരു ബട്ടൺ വരുന്നുണ്ട്, ഇവിടെ സ്പീക്കർ ഗ്രില്ലർ വരുന്നുണ്ട്, ഇവിടെ മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് വാച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും.
പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡയലിൻ്റെ ചുറ്റും കണ്ടോ, സ്ക്രീനിൻ്റെ ചുറ്റും നമുക്ക് ഇത്തരത്തിൽ ബോൾട്ടിന് ബ്രാൻഡ് നെയിം, അതുപോലെ സ്ട്രൈക്കർ മോഡൽ നെയിം ഒക്കെ ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫ്രീക്ക് ലുക്ക് നമുക്ക് ഈ വാച്ചിനകത്ത് കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇത് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് കണ്ടോ, അത്രയും നല്ല ഡാർക്ക് ബ്ലാക്ക്, നല്ല ഗ്ലേസിംഗ് ഉണ്ട്. നമ്മൾ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്തുള്ള വാച്ചുകൾ അല്ലെങ്കിൽ ഈ ചാത്തൻ ചൈന വാച്ചുകളൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ കാണാം ഈ ഒരു ഡിസ്പ്ലേക്ക് ഇത്രയ്ക്കും ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഒരു കറുപ്പ് ഓഫായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ഡിസ്പ്ലേ ഹൈ ക്വാളിറ്റി ആണെന്നുള്ളതാണ്. നമുക്കിത് ഓണാക്കി നോക്കാം. ഓണാക്കി ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ ഈ മൊബൈൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫോണിനകത്താണ്, അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഡിസ്പ്ലേ, ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇതിനേക്കാളും നല്ല ഡിസ്പ്ലേ വേറെ കിട്ടില്ല എന്ന് തന്നെ പറയാം. വാച്ച് ഓൺ ആയിട്ടുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്ന് പറയാം. ടച്ചൊക്കെ വളരെ സ്മൂത്താണ്, നല്ല സ്മൂത്ത് ടച്ച്. നമ്മൾ മറ്റു വാച്ചുകൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അമർത്തണം അല്ലെങ്കിൽ ടച്ചൊക്കെ നമ്മൾ വിചാരിക്കുന്നവിടെ നിൽക്കാറില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഇമ്പ്രസ്സായി. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇത്ര നല്ലൊരു വാച്ച് കിട്ടുന്നു. അത്രയും ഞാൻ ഇമ്പ്രസ് ആണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ബ്രൈറ്റ്നസിൻ്റെ കാര്യങ്ങൾ, പവർ സേവിങ് മോഡ്, പിന്നെ ഈ ഗ്രിഡ് വ്യൂ ആണോ ലിസ്റ്റ് വ്യൂ ആണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മെയിൻ മെനുവിൻ്റെ വ്യൂ ഇല്ലേ, അതുപോലെ സെറ്റിങ്സിലേക്ക് പോകാനുള്ള ഭാഗങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇത്തരത്തിൽ നമുക്ക് ഇതിൻ്റെ മെനുകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ലിസ്റ്റാണെങ്കിൽ ലിസ്റ്റ് വ്യൂവിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രിഡ് വേണമെങ്കിൽ ഗ്രിഡിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ മെനു ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ ബോൾട്ടിൻ്റെ നമുക്ക് ആക്ടിവിറ്റികൾ, അതുപോലെ ഹെൽത്ത് ആക്ടിവിറ്റി, അതുപോലെ സ്പോർട്സ് മോഡ്, ഫോൺ മോഡ്, വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ മെസ്സേജുകൾ, SMS വന്നു കഴിഞ്ഞാൽ വായിക്കാനുള്ളത്, ക്യാമറ ഷട്ടർ, അതായത് നമ്മൾ റിമോട്ടായിട്ട് നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ക്ലോക്ക്, പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സാധാരണ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും അത്ര കാര്യങ്ങൾ. ഇത് കാരണം വാച്ചിനകത്തുള്ള ഫീച്ചേഴ്സ് പറഞ്ഞ് തീരില്ല, അത്രയധികം ഫീച്ചേഴ്സ് സ്മാർട്ട് വാച്ചുകൾക്കകത്ത് കുത്തി നിറയ്ക്കുന്നുണ്ട്. എന്തായാലും ടച്ചും അതുപോലെ ഈ ഒരു യൂസർ ഇൻ്റർഫേസൊക്കെ നല്ല സ്മൂത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല സ്മൂത്താണ്, ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. വാച്ച് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാച്ചും ഒരു മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്താ പറയുക, ബോൾട്ടിന് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബോൾട്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ വാച്ച് ഫേസുകൾ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഉപയോഗിക്കാം. ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് നമുക്ക് ഒരു 5 വാച്ച് ഫേസ് നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാം. അതല്ലാതെ മോർ വാച്ച് ഫേസിനകത്ത് പോയി കഴിഞ്ഞാൽ 100-150 വാച്ച് ഫേസുകൾ ഇവിടെ ലോഡായി വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഫേസ് സെലക്ട് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ഫോട്ടോ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ ഇടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിന് ഒരു വാച്ച് ഫേസ് ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ ഇതിനകത്തുള്ള ഫോട്ടോ, ഈ പിക്ചറിനെ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ്, ഈ ഡേറ്റും ടൈമും കാണിക്കുന്നത്, ആ ടെക്സ്റ്റിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, അത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയ്ക്ക് അനുസരിച്ച് നമുക്ക് കളേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടൈം പൊസിഷൻ, മുകളിലേക്കോ താഴത്തേക്കോ അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്ക് നീക്കണം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ വാച്ച് ഫേസിനകത്ത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഏതൊക്കെ ഓണാക്കണം, ഫോൺ വേണോ, മെസ്സേജ് വേണോ, വാട്സപ്പ് വേണോ, ഇൻസ്റ്റാഗ്രാം വേണോ, അങ്ങനെ നമുക്കിതൊക്കെ ഓൺ ആക്കണം. അങ്ങനെ ഫുൾ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കൊക്കെ QR കോഡൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബോൾട്ട് ഫിറ്റ് അടിച്ചെടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ വാച്ചിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. അത് ഈ വാച്ച് മാത്രമല്ല, ഒരുവിധം എല്ലാ വാച്ചുകളും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര നേരം ഉറങ്ങി, എത്ര നമ്മുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്, ബ്ലഡ് ഓക്സിജൻ SpO2 എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാനോ ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഇതിൽ പറയുമ്പോൾ ഇത് നല്ലൊരു വാച്ചാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാച്ചാണ്. ഒരു ട്രൂ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വാച്ചിനെ കുറിച്ച് തോന്നിയത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്ത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഒരുവിധം എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.